ഇന്ന് നമ്മുടെ റോസ് ബബിൾ ടിപ്പ് അനിമോണിയുടെ ലാസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്ന്. അപ്പോൾ എല്ലാ പ്രാവശ്യം ഇതുപോലെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് അപ്പോൾ ഇനി ഓൾമോസ്റ്റ് നമ്മുടെ റോസ് ബബിൾ ടിപ്പ് അനിമോണി ഓൾമോസ്റ്റ് നമ്മുടെ റിക്കവറായി. നമ്മളപ്പോൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു അനിമോണിനെ ആഡ് ചെയ്യുമ്പോൾ പവർ ഹെഡും അതുപോലെ തന്നെ വേവ് മേക്കറും യൂസ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓൾമോസ്റ്റ് ഒരു വേവ് മേക്കർ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ പെടാൻ 99% അനിമോണി അതിൽ പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ നമ്മുടെ റോസ് ബബിൾ ടിപ്പ് അനിമോണിയുടെ ബോട്ടം ലെവലിൽ നമുക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ചെറിയതായിട്ട് നമ്മളുടെ ഓൾമോസ്റ്റ് നമ്മുടെ ടെൻഡക്കിളെല്ലാം ഓൾമോസ്റ്റ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ടെൻഡക്കിളിലൊക്കെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും അതൊരു വൈറ്റ് കളറിൽ ഇങ്ങനെ വന്നിരുന്നുള്ളൂ. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കളറേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് വീഡിയോ കണ്ടവർക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലാവും എത്രയോ മനോഹരമാണ് റോസ് ബബിൾ ടിപ്പ് അനിമോണി ഒരു മറൈൻ അക്വേറിയത്തിൽ. അത്രയും ഒരു ക്യൂൻ തന്നെയാണ്, ഒരു ഐ ക്യാച്ചീവ് തന്നെയാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മളെ ലാസ്റ്റ് അപ്പോൾ ഈ റോസ് ബബിൾ ടിപ്പിൻ്റെ അനിമോണിയുടെ വീഡിയോ കണ്ട് എല്ലാവർക്കും മനസ്സിലാവും അത്രയും അധികം കളറേഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് നല്ല കളറേഷനും നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്, ബെറ്റർ ആയിട്ടുണ്ട്. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മളുടെ ലോങ് ടെൻഡക്കിൾ അനിമോണി അതുപോലെ തന്നെ റോസ് ബബിൾ ടിപ്പ് അനിമോണി ഓൾമോസ്റ്റ് നമ്മൾ അവോയ്ഡ് ചെയ്യാണ് ബെറ്റർ. പിന്നീട് മൂവിങ് കുറച്ച് കുറവും അതുപോലെ തന്നെ എന്നാലും കുറച്ച് ലൈഫ് സ്പാനും കിട്ടുന്നത് നമ്മളുടെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കാർപ്പറ്റ് അനിമോണി തന്നെയാണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മളുടെ ടെൻഡക്കിളെല്ലാം നല്ലപോലെ കളറേഷൻ വന്നിട്ടുണ്ട്.